ലിക്വിഡ് മിക്സ്ചറിനകത്ത് നിന്നും ലാർജ് ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റ് ഉള്ള രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ. ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഹൈ പ്രഷർ സോണിൽ നിന്നും ലോ പ്രഷർ സോണിലോട്ട് ലിക്വിഡ് മിക്സ്ചർ എൻ്റർ ചെയ്യുന്ന സമയത്ത് സഡൻ വേപ്പറൈസേഷൻ ഒക്കർ ചെയ്യുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറിൽ നിന്നും ഹൈ ബോയിലിംഗ് ഫ്രാക്ഷനുള്ള മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി മാറുന്നു. അതേസമയം ലോ ബോയിലിംഗ് ഫ്രാക്ഷനിലുള്ള മോളിക്യൂൾസ് വേപ്പറായി തന്നെ റിമെയിൻ ചെയ്യുന്നു. ഈ വേപ്പറും ലിക്വിഡും എപ്പോഴാണോ ഒരു സ്റ്റേറ്റ് ഓഫ് ബാലൻസ് അറ്റൈൻ ചെയ്യുന്നത്, എപ്പോഴാണോ ഈ വേപ്പറും ലിക്വിഡും ഈക്വിലിബ്രിയത്തിലെത്തുന്നത്, ആ സമയത്ത് വേപ്പർ ഔട്ട്ലെറ്റ് വഴിയും ലിക്വിഡിൻ്റെ ഔട്ട്ലെറ്റ് വഴിയും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ. ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷം സെപ്പറേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലാഷ് ഡിസ്റ്റിലേഷനെ ഈക്വിലിബ്രിയം ഡിസ്റ്റിലേഷൻ എന്നൊരു പേര് കൂടെ ഉണ്ട്. ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ എക്യുപ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ആദ്യം കൺസ്ട്രക്ഷൻ പാർട്ടിലോട്ട് പോവാം. ഓക്കെ, ഈ ഒരു എക്യുപ്മെൻറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു പമ്പുണ്ട്. ഓക്കെ, പമ്പ്, ഫീഡ് റിസർവോയർ, പിന്നെ ഉള്ളതൊരു ഹീറ്ററാണ്, ഒരു പ്രഷർ റെഡ്യൂസിങ് വാൽവ് ഉണ്ട്, ഒരു വേപ്പർ ലിക്വിഡ് സെപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ എക്യുപ്മെൻറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ്. ഒരു പമ്പ്, ഫീഡ് റിസർവോയർ, ഒരു ഹീറ്റർ, പ്രഷർ റെഡ്യൂസിങ് വാൽവ്, വേപ്പർ ലിക്വിഡ് സെപ്പറേറ്റർ. ഈ വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിൻ്റെ ടോപ്പ് പോർഷനിലാണ് വേപ്പർ പുറത്തോട്ടേക്ക് പോകുന്നതിനായിട്ടുള്ള ഔട്ട്ലെറ്റ് ഉള്ളത്. ആ വേപ്പർ ഒരു കണ്ടൻസറിലോട്ടാണ് കളക്ട് ചെയ്യുന്നത്. വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിൻ്റെ ബോട്ടം പോർഷനിലാണ് ലിക്വിഡ് ഔട്ട്ലെറ്റ് ഉള്ളത്, ലിക്വിഡ് കളക്ട് ചെയ്യുന്നതിനായുള്ള ഔട്ട്ലെറ്റ് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ പ്രഷർ സോണും ലോ പ്രഷർ സോണും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പമ്പ് കാണുന്നില്ലേ? ഈ പമ്പ് യൂസ് ചെയ്താണ് ഫീഡ് റിസർവോയറിൽ നിന്നും ഫീഡ് ഹീറ്ററിലുള്ള ആ ഒരു പൈപ്പിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഫീഡ് റിസർവോയറിൽ നിന്നും ഒരു പൈപ്പ് ഹീറ്ററിലൂടെ കടന്ന് ഇങ്ങനെ പോയിട്ട് വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പ് ഫീഡ് റിസർവോയറിൽ നിന്ന് നേരെ പോകുന്നത്, ഹീറ്ററിലൂടെ പാസ് ചെയ്ത് നേരെ പോകുന്നത് വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിലോട്ടാണ്. ഓക്കെ, അപ്പം ഫീഡ് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുന്നതിന്, ഫീഡ് ഹൈ പ്രഷറിൽ ഹീറ്ററിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് പമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പമ്പ് ഉൾപ്പെടുന്ന ഈ ഒരു റീജിയനെയാണ് ഹൈ പ്രഷർ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, പമ്പ് ഉൾപ്പെടുന്ന ഈ ഒരു റീജിയനെയാണ് ഹൈ പ്രഷർ സോൺ എന്ന് പറയുന്നത്. പ്രഷർ റെഡ്യൂസിങ് വാൽവ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു റീജിയനാണ് ലോ പ്രഷർ സോൺ. ഓക്കെ, ഇതാണ് ലോ പ്രഷർ സോൺ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലോട്ട് ലിക്വിഡ് മിക്സ്ചർ എൻ്റർ ചെയ്യുന്ന സമയത്ത് സഡൻ വേപ്പറൈസേഷൻ നടക്കുന്നു. എവിടെ വെച്ചിട്ടാണ് ഈ സഡൻ വേപ്പറൈസേഷൻ നടക്കുന്നത്? വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിൽ വെച്ചിട്ടാണ് സഡൻ വേപ്പറൈസേഷൻ നടക്കുന്നത്, സഡൻ ഫ്ലാഷിംഗ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ സഡൻ വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്ത് ഈ വേപ്പർ ലിക്വിഡ് സെപ്പറേറ്റർ, ആ ചേംബർ പെട്ടെന്ന് തന്നെ കൂളാവും. ഓക്കെ, ആ ചേംബറിനൊരു കൂളിംഗ് സെൻസേഷൻ കിട്ടും. ചേംബർ കൂളാവുന്നു. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറിനകത്ത് നിന്നും ഹൈ ബോയിലിംഗ് ഫ്രാക്ഷനിലുള്ള മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി നമ്മുടെ വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിനകത്ത് വരും. ഓക്കെ, ഹൈ ബോയിലിംഗ് ഫ്രാക്ഷനുള്ള മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി മാറുന്നു. അതേസമയം ലോ ബോയിലിംഗ് ഫ്രാക്ഷനിലുള്ള മോളിക്യൂൾസ് വേപ്പറായി തന്നെ റിമെയിൻ ചെയ്യുന്നു. ഇനി എപ്പോഴാണോ ഈ വേപ്പറും ലിക്വിഡും തമ്മിലൊരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്,
ആ സമയത്താണ് വേപ്പറിൻ്റെ ഔട്ട്ലെറ്റിലൂടെ മറ്റൊരു കണ്ടൻസറിലോട്ട് കളക്ട് ചെയ്യുന്നതും ലിക്വിഡ് ഔട്ട്ലെറ്റിലൂടെ റിസീവറിലോട്ട് കളക്ട് ചെയ്യുന്നതും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വേപ്പറിനകത്ത് മറ്റൊരു കണ്ടൻസറിലോട്ട് കളക്ട് ചെയ്യുന്ന വേപ്പറിനകത്ത് കൂടുതലും ഉണ്ടായിരിക്കുക ലോ ബോയിലിംഗ് ഫ്രാക്ഷനിലുള്ള മോളിക്യൂൾസ് ആയിരിക്കും. വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിന്ന് താഴെ ലിക്വിഡ് ഔട്ട്ലെറ്റ് വഴി കളക്ട് ചെയ്യുന്ന റിസീവറിനകത്ത് കൂടുതലും ഉണ്ടായിരിക്കുക ഹൈ ബോയിലിംഗ് ഫ്രാക്ഷനിലുള്ള മോളിക്യൂൾസ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു ലിക്വിഡ് മിക്സ്ചറിനകത്ത് നിന്നും ലാർജ് ഡിഫറൻസിൽ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള രണ്ട് കോൺസ്റ്റിറ്റ്വൻറ്റിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ. ഇപ്പോൾ പ്രിൻസിപ്പിളും കൺസ്ട്രക്ഷനും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൺസ്ട്രക്ഷനകത്ത് നമ്മൾ പറഞ്ഞത് പമ്പുണ്ട്, ഒരു ഫീഡ് റിസർവോയർ ഉണ്ട്. ഫീഡ് റിസർവോയറിൽ നിന്നൊരു പൈപ്പ് ഹീറ്ററിലൂടെ പാസ് ചെയ്താണ് വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഹീറ്ററിനും വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് പ്രഷർ റിഡ്യൂസിങ് വാൽവ് വരുന്നത്. ഓക്കെ, ഈ ലിക്വിഡ് മിക്സ്ചർ പമ്പ് ചെയ്യുന്ന ഹൈ പ്രഷറിൽ ഹീറ്ററിലോട്ട് പമ്പ് ചെയ്യുന്ന ലിക്വിഡ് ഹീറ്ററിനകത്തുള്ള സ്യൂട്ടബിൾ ഹീറ്റിംഗ് മെക്കാനിസം വഴി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഹോട്ട് ലിക്വിഡാണ് ഹീറ്ററിൽ നിന്ന് പുറത്തോട്ടേക്ക് ആ പൈപ്പ് വഴി പോകുന്നത്. ഓക്കെ, ആ ഹൈ പ്രഷറിൽ വരുന്ന ഹോട്ട് ലിക്വിഡ് പ്രഷർ റിഡ്യൂസിങ് വാൽവിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുന്നു. ആ പ്രഷർ ഡ്രോപ്പിലാണ് ഈ ഹോട്ട് ലിക്വിഡ് മിക്സ്ചർ വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ആ പ്രഷർ ഡ്രോപ്പിൽ വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിലോട്ട് എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് മിക്സ്ചർ സഡനായി ഫ്ലാഷ് ചെയ്യുന്നു. ഓക്കെ, സഡൻ വേപ്പറൈസേഷൻ ഒക്കർ ചെയ്യുന്നു. ആ വേപ്പറിനകത്ത് നിന്നും ഹൈ ബോയിലിംഗ് ഫ്രാക്ഷനുള്ള മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡായി വേപ്പർ ലിക്വിഡ് സെപ്പറേറ്ററിലോട്ട് വരുന്നു. അതേസമയം ലോ ബോയിലിംഗ് ഫ്രാക്ഷനുള്ള മോളിക്യൂൾസ് വേപ്പറായി തന്നെ റിമെയിൻ ചെയ്യുന്നു. എപ്പോഴാണോ ഈ വേപ്പറും ലിക്വിഡും തമ്മിലൊരു ബാലൻസ് അറ്റൈൻ ചെയ്യുന്നത്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് വേപ്പറും ലിക്വിഡും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ടും വർക്കിങ്ങും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിന്ന് ഞാൻ കരുതുന്നു. ഈ ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ പെട്രോളിയം ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ റിഫൈനിങ്ങിന് വേണ്ടിയിട്ടും ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ കോമ്പണൻസ് ഒന്നും നമുക്ക് ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജ്, യൂസ് ഇതെല്ലാം നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു പോർഷൻ വരുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാവാത്തത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.